അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചതിപ്രയോഗം ഞാൻ ആലോചിച്ചു. ചതിയന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണല്ലോ, അത് ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം ക്യാബിനറ്റിലെ ഒരു മന്ത്രിയായിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂരിലെ പാർട്ടി സ്ഥാനാർത്ഥി പറഞ്ഞു, വലിയ ചതിപ്രയോഗത്തിലൂടെയാണ് എന്നെ തൃശൂരിൽ തോൽപ്പിച്ച് BJPക്ക് പാർലമെന്റിൽ പോകാൻ അവസരം കൊടുത്തത്. തൃശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിന് പറ്റുന്ന ആളുകളെ അവിടെ നിയോഗിച്ച് പൂരം കലക്കി കൊടുത്ത് അതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് അക്കൗണ്ട് തുറക്കാൻ, നരേന്ദ്രമോദിക്ക് വേണ്ടി, ഫാസിസത്തിന് വേണ്ടി ഒരു അക്കൗണ്ട് തുറക്കാൻ സ്വന്തം ക്യാബിനറ്റിലെ ആളായിരുന്ന ആളെ ചതിച്ചു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ആൾ ആ ചതിപ്രയോഗം മുഖ്യമന്ത്രി ചതിയുടെ വഞ്ചനയുടെ കഥകൾ പറഞ്ഞാൽ പുറത്തു പറയാൻ മടിക്കുന്ന ഒരുപാട് കഥകൾ അങ്ങയുടെ പാർട്ടി സഖാക്കൾക്ക് അങ്ങയെക്കുറിച്ച് പറയാനുണ്ടാകും. അവരത് പറയില്ല. പക്ഷെ സ്വന്തം പാർട്ടിയിൽ പോലും അങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയോഗങ്ങൾ ഓരോന്നും ഇതെന്താ ചർച്ചയാണ്? ഈ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്, സംശയം വേണ്ട. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച് തകർത്ത് പാവപ്പെട്ടവനെ നിരാധാരമാക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള കാഹളം മുഴക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്തും തനിക്ക് ഭൂഷണമാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ്, അത് നയിക്കുന്ന മുഖ്യമന്ത്രി, ആശാവർക്കർമാർ 100,000 ദിവസം സമരം ചെയ്താലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അവർ തെണ്ടിപ്പിരിച്ച് സമരം നടത്തുന്നവരാണ് എന്ന് ആക്ഷേപിച്ചിട്ട് പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരത്തെ പോലും ആക്ഷേപിച്ച് മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി മലപ്പുറത്ത് വന്നപ്പോൾ, ഇന്നലെ വന്നപ്പോൾ ഞാൻ ധരിച്ചു അഭിനന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലമായ കൂരിയാട് അദ്ദേഹം വരുമെന്ന് ഞാൻ വിചാരിച്ചു. മുഖ്യമന്ത്രി ഇവിടെ വരുമ്പം വരണ്ടേ? കേരളം കണ്ട, അടുത്ത കാലത്ത് കണ്ട, എനിക്കറിയില്ല, മാധ്യമങ്ങൾക്ക് ഇപ്പം താല്പര്യം തെരഞ്ഞെടുപ്പായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഏറ്റവും ഭീകരമായൊരു വിഷയമല്ലേ ദേശീയ പാതയിൽ ഉണ്ടായിരിക്കുന്ന ഈ നിർമ്മാണത്തിലെ അഴിമതിയും തകർച്ചയും? ആ തകർച്ച ഉണ്ടായി ഇത്ര ദിവസമായി. ഇവിടെ മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂരിൽ, മലപ്പുറത്ത്, തൃശൂരിൽ, ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണവുമായി, അതുവരെ ദേശീയപാത എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം അക്കൗണ്ടിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഈ തകർച്ച അങ്ങ് ആരുടെ അക്കൗണ്ടിലാണ് പെടുത്തുന്നത്? ഈ ദേശീയപാതയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യയുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാനും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിരിക്കുന്നത്.